നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരികയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർന്നെന്ന സംശയം. DRDO രേഖകൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വന്നെന്നാണ് വിവരം. സുപ്രധാന രേഖകൾക്ക് $8,000 അജ്ഞാത സംഘം ആവശ്യപ്പെട്ടത്. 31 GB വരുന്ന രേഖകളിൽ മിസൈൽ രൂപരേഖയുമുണ്ട്. സ്വകാര്യ സൈബർ സുരക്ഷാ വിദഗ്ധരാണ് രേഖകൾ കണ്ടെത്തിയത്. DRDO രേഖകളുടെ മാതൃക റിപ്പോർട്ടർ ലഭിച്ചു. ഡാർക്ക് വെബിലെ ആ സൈറ്റിൽ അവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് തന്നെ DRDO രേഖകൾ എന്നാണ്. അലിബയുടെ ത്രെറ്റ് ഇന്റലിജൻസ് ഗ്രൂപ്പ് റെഗുലറായിട്ട് ഇങ്ങനെ ഡാർക്ക് വെബ് മോണിറ്ററിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡാർക്ക് വെബ് മോണിറ്ററിങ് ചെയ്യുന്നതിടയ്ക്കാണ് ഈ ഒരു ഇത് കണ്ടത്, DRDOയുടെ ഒരു ലിങ്ക് കണ്ടത്. ആ സാമ്പിള് ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ അത് കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് നമുക്ക് തോന്നി. കാരണം അതൊരു മിസൈലിൻ്റെ പാർട്ടും അതിൻ്റെ ഡാറ്റയും അടക്കമുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ അതിലാണെങ്കിൽ അത് എന്തുമാത്രം ദൂരം പോകുന്നും അതിൻ്റെ ടാർഗറ്റ് എന്താണെന്നും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ക്രിട്ടിക്കൽ ഇൻഫോ തന്നെയാണ്. പല ഡാറ്റ റിപ്പോർട്ടിലും സൈൻ ചെയ്തിട്ടുണ്ട്. സയൻറ്റിസ്റ്റുകൾ സൈൻ ചെയ്ത രേഖകളാണ് ഇപ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇവിടെ ഡാർക്ക് വെബിൽ കണ്ടത്. 31 GB ഡാറ്റയ്ക്ക് ശരി. റോഷിപാലാണ് $8,000 ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിപാൽ, എന്താണ് സംഭവിച്ചത്? ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ രേഖകൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ സൈബർ വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ പുറത്തെത്തുന്നത്. ഡാർക്ക് വെബിൽ കഴിഞ്ഞ 10 ദിവസം മുമ്പാണ് DRDO രേഖകൾ വിൽപ്പനയ്ക്കെന്ന തലക്കെട്ടിൽ പ്രചാരണം തുടങ്ങിയത്. അത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് $8,000 ഏതാണ്ട് 31 GB വരുന്ന ഡാറ്റ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അതിൽ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസൈലിന്റെ രൂപരേഖ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനം. മാത്രവുമല്ല, സയന്റിസ്റ്റുകളുടെ ഒപ്പുവെച്ച രേഖകൾ കൂടിയാണ്. അത് സാമ്പിളായി ഏതാണ്ട് 3 PDF രേഖകൾ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ഇത് ഡാർക്ക് വെബിലെ ചാറ്റ് റൂമിൽ ചാറ്റ് ചെയ്ത് വേണം ഈ രേഖകൾ സംഘടിപ്പിക്കാൻ. ഇത് വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് അവരെ ബന്ധപ്പെടാനുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഏതായാലും DRDOയുടെ രേഖകൾ ചോർന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് DRDO തന്നെയാണ്. അവരുമായി ബന്ധപ്പെടാൻ ഈ സ്വകാര്യ ഏജൻസിയായ ആലിബൈ ഗ്ലോബൽ ശ്രമിച്ചെങ്കിലും അവർക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതീവ ഗൗരവമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. റോഷിപാൽ വിശദാംശങ്ങൾ നൽകുന്നു.